ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാരൻ കിച്ചൺ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ബ്രെഡ് പുഡിംഗ് ആട്ടോ. ഇത് നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യമേ തന്നെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാത്രത്തിലിട്ടിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കാം. അലിയിച്ചിട്ട് ഒന്ന് കരിച്ചെടുക്കുക കേട്ടോ. ഒരു ബ്രൗൺ നിറാകുന്നവരെ ഇതൊന്ന് ആക്കിയെടുക്കുക കേട്ടോ. ഒരു ഡാർക്ക് ബ്രൗൺ ആകണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ ആയാൽ മതി കേട്ടോ. ഡാർക്ക് ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പുഡിങ്ങിന് ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ ഇതേപോലെ ഒരു ലൈറ്റ് കളർ കിട്ടി വെച്ചാൽ മതി കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്യാം. പുഡിങ് ഉണ്ടാക്കാൻ പോകുന്ന ആ പാത്രത്തിലേക്ക് ഇത് ഒഴിക്കാം കേട്ടോ. ഉണ്ടാക്കി ഉടനെ തന്നെ ഒഴിക്കണം, അതല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് പോകും കേട്ടോ. ഇത് ഒഴിച്ചിട്ട് ഇതൊന്ന് എല്ലാ വശത്തും ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. അതൊരു കേക്ക് മോൾഡ് തന്നെയാണ്. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് തണുക്കണം. അപ്പോൾ ഇനി ബാക്കിയുള്ള നമുക്ക് അതിൻ്റെ ബാറ്ററൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന 2 മുട്ടയാണ്. അത് മഞ്ഞയും വെള്ളയും വേണം കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ആ മുട്ടയൊക്കെ ഒന്ന് നല്ലൊരു ചെറിയൊരു പത പോലെ ആവുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് അടിക്കാം കേട്ടോ. ഇങ്ങനെ മുട്ട ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ആ ഒരു മുട്ടയ്ക്കൊരു ഉളുമ്പ് മണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് പോവുകയും ചെയ്യും. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്, ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ. വാനില എസൻസോ അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അത് ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്, അതുപോലെ വാനില എസൻസും നന്നായിട്ട് ഇതിലേക്ക് യോജിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1.5 കപ്പ് പാലാട്ടോ. അത് തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എന്താണെങ്കിലും തണുത്ത പാലായിരിക്കണം. ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചതല്ല, റൂം ടെമ്പറേച്ചറിലുള്ള പാല്. ശേഷം ഇതൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഇതവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ബ്രെഡ്, ഒരു 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിക്കാം. ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. ഇപ്പം ബ്രെഡൊക്കെ ബാക്കി വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിള്ളേർക്കൊക്കെ 4 മണിക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ലൊരു ഇതാട്ടോ, നല്ലൊരു ഡെസേർട്ടാണിത്. അപ്പോൾ ഇതുപോലെ ബ്രെഡ് മുറിച്ചതിന് ശേഷം നമുക്ക് ഈ പാലിൻ്റെ മിക്സിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ബ്രെഡ് കുറവായിട്ട് തോന്നുന്നുണ്ട്, അപ്പോൾ ഞാൻ ഒരു കഷ്ണവും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ആ ബ്രെഡിൻ്റെ സൈഡൊന്നും കളയൊന്നും വേണ്ട, അത് അങ്ങനെ തന്നെ നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ കാണാനൊരു ഭംഗിയായിരിക്കും. അതിൻ്റെ ആ സൈഡൊക്കെ ഇങ്ങനെ ബ്രൗൺ ആയിട്ട് ഇരിക്കുമ്പോഴേ. എന്നിട്ട് ഇനി ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കിടന്നോട്ടെ. ഇങ്ങനെ കിടന്നിട്ട് ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് സോക്കാവണം. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് സോക്കായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെയൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കട്ടെ. ഫുള്ളൊന്നും ഉടയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചു വെച്ചാൽ മതി. ഇനി ഇത് നമ്മൾ ഒരു മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, കാരമലൈസ് ചെയ്തിട്ട് പഞ്ചസാര കാരമലൈസ് ചെയ്ത് ഒഴിച്ചത്, അതിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇതുപോലെ ആക്കി കൊടുക്കാം. നല്ല ഒരേപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ആവിയിൽ പുഴുങ്ങിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വെള്ളം നിറച്ചിട്ട് അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഈ തട്ടിറക്കി വെക്കാം, അല്ലെങ്കിൽ സ്റ്റീമറിൻ്റെ അകത്ത് ഉണ്ടാക്കിയാലും മതി കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഇഡ്ഡലി പാത്രത്തിൽ ഇങ്ങനെ ഒരു പാത്രം ഉള്ളതുകൊണ്ട് ഇത് ഞാൻ ഇതിൽ തന്നെ ഇറക്കുകയാണ്. അപ്പോൾ അഥവാ സ്റ്റീമർ ഇല്ലയെന്നുണ്ടെങ്കിൽ അതുപോലെ ഇതുപോലത്തെ പാത്രം ഇല്ലെങ്കിലും നമ്മൾ ഇഡ്ഡലിൻ്റെ ഒക്കെ തട്ടുണ്ടല്ലോ, അത് ഇറക്കി വെച്ചാലും മതി കേട്ടോ. അത് കമത്തിയിട്ടാലും മതി. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ഒരു അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ പാത്രമോ വെച്ചിട്ടോ ഒന്ന് മൂടാട്ടോ. ഞാനിപ്പോൾ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടാണ് മൂടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ട് ഒക്കെ ഇങ്ങനെ ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇറക്കാം. ഇപ്പോൾ ആവി നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതിന് അപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറയ്ക്കാം കേട്ടോ.
കൈ പൊള്ളും. എന്നിട്ട് ഇനി ഇതങ്ങോട്ട് ഇറക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം കേട്ടോ. ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ കൊണ്ടാട്ടോ ഇത് വേവിച്ചെടുത്തത്. അപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോ ആക്കിയിട്ടാട്ടോ വെച്ചിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറണം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തു കേട്ടോ. ഇനി ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ ഇത് സൈഡൊക്കെ ഒന്ന് ഒരു കത്തി വെച്ചിട്ട് ഞാൻ ഒന്ന് വിടിയിച്ചു കൊടുക്കാം കേട്ടോ. ശേഷം ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ആയിരിക്കണം കേട്ടോ. ഇതുപോലെ നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സ് ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.